പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം നിന്നെ രക്ഷിക്കുന്ന ദൈവം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-14 വാക്യം ഞാൻ വായിക്കുന്നു. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിനെന്ന് പറഞ്ഞു. യിരെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലാതാനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ശത്രു നിന്റെ മുന്നിലാണോ, ശത്രു നിന്റെ പിന്നിലാണോ, എവിടെയാണോ നിന്റെ ശത്രു നിൽക്കുന്നു എന്ന് നീ ഭയപ്പെടേണ്ട. നീ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതലാണോ? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവശബ്ദം ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം നിന്നോട് പറയുന്നു, നീ ഉറച്ചു നിൽക്കുക. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി മുന്നിലാകട്ടെ പിന്നിലാകട്ടെ, നീ അത് കണ്ട് ഭയപ്പെടേണ്ട, നീ ഉറച്ചു നിൽക്കുക. ഇവിടെ നമ്മൾ വായിച്ച 1-ാമത്തെ വേദഭാഗം, വചനഭാഗം, ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്നും ഒരു പോരാട്ടത്തിന്റെ നടുവിൽ മോശ ഫറവോനോട് പോരാടി ദൈവം പറഞ്ഞ ശബ്ദമനുസരിച്ച് ദൈവജനത്തെ ഇതാ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുവരികയാണ്. മിസ്രൈം എന്ന് പുറപ്പെട്ട് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫറവോന്റെ സൈന്യം ഇസ്രായേൽ ജനങ്ങളുടെ പിന്നാലെ അനുഗമിക്കുകയാണ്. അതായത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇങ്ങനെയാണ്: ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ, ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമിൽ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. അതിനുശേഷം ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നതായ മോശയോട് അവർ പിറുപിറുക്കുവാനും വളരെ ഭാരത്തോട് സംസാരിക്കുവാനും തുടങ്ങി. അവർ ഭയപ്പെടുവാൻ തുടങ്ങി. ഈ സമയത്താണ് മോശ ജനത്തോട് പറയുന്ന വാക്യം 13-14 വാക്യം: ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിനെന്ന് പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, നിന്റെ മുന്നിൽ ശത്രു മുന്നിലാണോ പിന്നിലാണോ, ഒറ്റ കാര്യം, ശത്രുവിനെ കണ്ട് നീ ഭയപ്പെട്ട് നിലവിളിച്ച് നീ പിറുപിറുത്ത് അസമാധാനപ്പെടാതെ ദൈവസന്നിധിയിൽ നീ മിണ്ടാതിരുന്നാൽ മതി. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ഈ വചനത്തിൽ പറയുന്നു, നിങ്ങൾ ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള, അതായത് ദൈവം ഇറങ്ങി ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് നിങ്ങൾ കാണുന്ന ശത്രുവിന്റെ സൈന്യത്തെ ഇനി ഒരു നാൾ കാണുകയില്ല. കാരണം ദൈവം ഇറങ്ങി നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന അടയാള സഹിതം നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ ഏതു ശത്രുവിനെ കണ്ടാണോ നിലവിളിക്കുന്നത്, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ഒരടയാള സഹിതം ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ്. അത് അടുത്ത ദിവസമല്ല, ഇന്ന് നിങ്ങൾക്ക് ദൈവം ഇറങ്ങി ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യുന്നത് ഇന്ന് നിങ്ങൾ കാണാൻ പോവുകയാണ്.
ആരോടോ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ മുന്നിലും പിന്നിലും നിൽക്കുന്ന ശത്രുവിനെ കണ്ട് നീ ഭയപ്പെട്ട് നിലവിളിക്കാതെ, നീ ആയിരിക്കുന്ന ഇടത്ത്, ദേശത്ത്, രാജ്യത്ത്, നിന്നാക്കി വെച്ചിരിക്കുന്ന ജോലിയിൽ, ശുശ്രൂഷയിൽ, നിന്റെ ഭവനത്തിനകത്ത്, കോളേജിൽ, സ്കൂളിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ മുന്നിലുള്ള ശത്രുവിന്റെ പ്രതികൂലത്തെ കണ്ട് മുന്നിലാണോ പിന്നിലാണോ, പിന്നിൽ നിന്ന് അനുഗമിക്കുന്നതാണോ, മുന്നിലാണോ, മുന്നോട്ട് പോകാനുള്ള വഴി അടഞ്ഞിരിക്കുകയാണോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, പഠന മേഖലകളിൽ പലപ്പോഴും എക്സാം എഴുതിയിട്ട് പരാജയപ്പെട്ട് വാതിലടഞ്ഞു പരാജയപ്പെട്ട് നിരാശയിൽ ഇരിക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മുന്നിലുള്ള വാതിൽ നിനക്കിനി തുറക്കാൻ ഒരു ചാൻസും ഇല്ല എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഭാരപ്പെട്ട് നിലവിളിച്ച് മനസ്സ് കലങ്ങി എന്താണ് ദൈവമേ എന്ന് നീ മനം കലങ്ങി ഭാരപ്പെടുന്നു. പരിശുദ്ധാത്മ പറയുന്നു, നീ സ്തോത്രം ചെയ്ത് സ്തുതിച്ചുകൊണ്ട് നീ ദൈവസന്നിധിയിൽ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറക്കും, ഞാനിവിടെ തോൽക്കയില്ല, ഞാനിവിടെ പരാജയപ്പെട്ടു പോകുകയില്ല, എനിക്ക് വേണ്ടി ദൈവം ഇറങ്ങി യുദ്ധം ചെയ്ത് മുന്നിൽ അടഞ്ഞുപോയ വിദ്യാഭ്യാസത്തിന്റെ മുന്നിൽ അടഞ്ഞുപോയ ജോലിയുടെ വാതിൽ എനിക്ക് വേണ്ടി തുറക്കുമെന്ന് ഈ ദൈവശബ്ദം നീ കേൾക്കുമ്പോൾ തന്നെ, അടുത്ത ദിവസമല്ല, നീ കേൾക്കുന്ന അന്ന് തന്നെ ഈ ദൂത് നീ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഈ വചനം ഉരുവിട്ട് നീ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കണ്ണിൽ അടയാള സഹിതം കാണത്തക്ക വേണം. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി തന്റെ ദൂതന്മാരെ ഇറക്കി ദൈവമക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ജയം തരുന്ന ദൈവമാണ്. അതാണ് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ 1:19 നിങ്ങൾ ഈ വചനഭാഗം എടുത്തു ഉരുവിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കണം. എന്തുവാണ്? അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിനക്ക് പ്രതികൂലമായി ശത്രു യുദ്ധം ചെയ്യാൻ പുറപ്പെടും. എന്നാൽ ഒരു ദൈവവൈതനോട് ദൈവം പറയുന്ന പ്രോമിസ്, നിന്നെ ജയിക്കയില്ല കേട്ടോ. എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മ പറയുന്നു, നിനക്ക് വിരോധമായി യുദ്ധം ചെയ്യുവാൻ, നിനക്ക് വിരോധമായി ആഭിചാരം ചെയ്യുവാൻ, നിനക്ക് വിരോധമായി ശത്രു ചെയ്തു വിടുന്നതൊന്നും നിനക്ക് ഭവിക്കയില്ല. കാരണം നിന്റെ ദൈവം, നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ശത്രു എന്ത് ചെയ്യില്ല? ജയിക്കയില്ല. കാരണം ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം നമുക്ക് മുന്നിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഈ വചനം, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ല. കാരണം എന്ത്? നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. യിരെമ്യാവിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിന്റെ 19 ഈ ദൈവശബ്ദം കേൾക്കുന്നവർ, ഇങ്ങനെയുള്ള പ്രതിസന്ധി പോകുന്നവർ, ഇനി ഒരു വഴിയില്ല, ഇനി ഒരു വഴി തുറക്കില്ല, ഇനി ഒരു നന്മ കാണാൻ കഴിയില്ല, വാതിലുകൾ അടഞ്ഞു, നിരാശപ്പെടുകയാണ്. നീ വചനം നിന്റെ വായിൽ ഉരുവിട്ട് പ്രഖ്യാപിച്ച്, ഈ പ്രോമിസ് വചനം നീ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്ക്. അടഞ്ഞു പോയ നിന്റെ മുന്നിലുള്ള വാതിലുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ തുറക്കും. ഇവിടെ മോശ ജനത്തോട് പറയുന്നു, നിങ്ങൾ ഇത് കണ്ട് ഭയപ്പെടേണ്ട. എന്തുവാ ഭയപ്പെടേണ്ട? നിങ്ങൾ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാരോട് പറയുന്നു, നിന്റെ മുന്നിലുള്ളതോ പിന്നിലുള്ള വിഷയത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട. നീ വിശ്വസിക്കുന്ന നസറയനായ യേശുവിൽ നീ ഉറച്ചു നിൽക്കുക. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. കണ്ടോ? യഹോവ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിനക്ക് വേണ്ടി ദൈവം നാളെയല്ല ചെയ്യാൻ പോകുന്നത്, കാലങ്ങൾ കഴിഞ്ഞിട്ടല്ല ചെയ്യാൻ പോകുന്നത്. നിന്റെ മുന്നിൽ നിൽക്കുന്ന നിന്നെ മുക്കിക്കളയുമെന്ന് പറഞ്ഞ്, നിന്നെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ്, നിനക്കിനി ഒരു വഴി തുറക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുന്ന ശത്രുവിന്റെ മുന്നിൽ നീ ഉറച്ചു നിൽക്ക്. നീ ഭയപ്പെടാതെ. നിനക്ക് വേണ്ടി അടയാള സഹിതം ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യുന്നത് ഇന്ന് ഈ സമയത്ത് നീ കാണാൻ പോകുക. നീ അത് അനുഭവിക്കാൻ പോകുക. കാരണം ഒരു ദൈവ പൈതന് വേണ്ടി ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യും. നമ്മൾ മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞാൽ മാത്രം മതി. നിമിഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ഉറപ്പിക്കുന്ന വചനം
മോശ ദൈവജനത്തോട് പറഞ്ഞിട്ട് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞ ശബ്ദം, മോശേ, നിന്റെ കരത്തിൽ ഒരു അധികാരത്തിന്റെ വടിയുണ്ട്. അതിനർത്ഥം എന്തുവാ? നിന്നിലൊരു പ്രാർത്ഥനയുടെ അധികാരമുണ്ട്. പ്രാർത്ഥിക്കാൻ ഒരു അധികാരത്തിന്റെ വടി നിന്നിൽ തന്നിട്ടുണ്ട്. വചനത്തിന്റെ വാള് നിനക്ക് തന്നിട്ടുണ്ട്. വിശ്വാസം എന്ന വചനത്തെ നീ എടുത്ത് പ്രാർത്ഥനയുടെ വടിയെ നീ നീട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ വിട്ടിരിക്കാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ. നിനക്കൊരു അതോറിറ്റി, ഒരു അധികാരം തന്നിട്ടുണ്ട്. പ്രാർത്ഥനയുടെ വടിയാണ്. മോശ എന്താ ചെയ്തേ? ദൈവത്തിന്റെ ജനം ഭയപ്പെട്ട് നിലവിളിക്കുമ്പോൾ, മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കരത്തിലിരിക്കുന്ന വടി ആ ചെങ്കടലിന് നേരെ നീട്ടാൻ പറഞ്ഞു. ചെങ്കടലിന് നേരെ നീട്ടുമ്പോൾ കടൽ രണ്ട് ചിറയായിട്ട് മാറി. നടുവിലൂടെ വഴി, ഒരു അനുഗ്രഹിക്കപ്പെട്ട വഴി, ഇത്രയും ജനത്തിന് പോകാൻ വിശാലമായ വഴി ചെങ്കടലിനകത്ത് തുറന്നു. ജനം ഈ കടലിനക്കരെ പോയി, എല്ലാവരും പോയി. അവസാനം മോശയും അക്കരെ പോയി. അതിനുശേഷം ദൈവശബ്ദം വീണ്ടും മോശയോട് പറഞ്ഞു, മോശേ, ഈ വടി വീണ്ടും ചെങ്കടലിലേക്ക് നീട്ടാൻ പറഞ്ഞു. നീട്ടിയതും ഫറവോനും സൈന്യവും, അതായത് ശത്രു സൈന്യം, കടലിനകത്തിറങ്ങി കടലിനകത്തുള്ള വഴിയിലൂടെ നടക്കുകയായിരുന്നു. ഈ വടി നീട്ടിയതും ചിറ പോലെ മാറി നിന്ന കടൽ വീണ്ടും വന്നു ചേർന്ന് ശത്രു ചെങ്കടൽ മുങ്ങിച്ചത്തുപോയി. അതെ, കൺമുമ്പിൽ അടയാള സഹിതം അല്പം മുമ്പേ ഫറവോന്റെ സൈന്യം ശത്രു പിന്നാലെ വരുന്നത് കണ്ടപ്പോൾ അവർ നിലവിളിച്ചു, എന്ത് ചെയ്യും? എന്നിട്ട് മോശയോടും പിറുപിറുത്തു. അപ്പോഴാണ് മോശ പറഞ്ഞ, ഉറച്ചു നിൽപ്പിൻ, ഭയപ്പെടേണ്ട. യഹോവ ഇന്ന് നമുക്ക് ചെയ്യുന്നത് നിങ്ങൾ അടയാള സഹിതം ഇന്ന് കൺമുമ്പിൽ ഇതാ കാണാൻ പോവുകയാണ്. മറ്റൊന്ന്, ഇന്ന് കണ്ട ശത്രുവിനെ ഇനി നീ ഒരിക്കലും നിങ്ങൾ കാണത്തില്ല. അതുപോലെ അടയാള സഹിതം അവരെ കൺമുമ്പിൽ കാണാനിടയായി. ഈ വിടുതൽ കണ്ടവർ അത്ഭുതപ്പെട്ടു പോയി. മിരിയം കയ്യിൽ തപ്പെടുത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിന്റെ മുന്നിൽ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യുന്നത് നീ അടയാള സഹിതം കാണാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിന്റെ മണ്ഡലത്തിൽ പല വഴികളും നിനക്ക് അടഞ്ഞിരിക്കുകയായിരിക്കാം. ശത്രു നിന്നെ ഇപ്പോൾ പിടിക്കുമെന്ന് അനുഗമിക്കുകയായിരിക്കാം, തകർക്കുമെന്ന് അനുഗമിക്കുകയായിരിക്കാം. പല വെല്ലുവിളികളുമായി നിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. യഹോവ നിനക്ക് വേണ്ടി ഇന്ന് ഇറങ്ങി യുദ്ധം ചെയ്ത് നിന്നെ വിടിവിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോവുകയാണ്. നീ മിണ്ടാതിരുന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ജീവിതത്തിന്റെ മണ്ഡലത്തിൽ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ മണ്ഡലം നിന്നിൽ നിന്ന് മാറി നീ ജയം കാണുകയാണ്. യഹോവ നമുക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യും. യഹോവ നമുക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്താൽ ഒരിക്കലും പിന്നെ ശത്രു ജയിക്കയില്ല. ആ ശത്രു ജയിക്കയില്ല എന്ന് മാത്രമല്ല, അവൻ പരാജയപ്പെടുകയും എന്നേക്കും മാറിപ്പോവുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന ആരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ മുന്നിൽ പഠിക്കുന്ന ഏതോ തലമുറയോട് പരിശുദ്ധാത്മ പറയുന്നു, നീ ഒരു പരീക്ഷ എഴുതി വിജയമില്ല, മറ്റൊരു വീണ്ടും എഴുതി വിജയമില്ല, പരാജയപ്പെട്ട് മുന്നിലുള്ള വഴി അടഞ്ഞിരിക്കുക. എന്നാൽ ദൈവാത്മാ പറയുന്നു, നീ ദൈവത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്ക്. യഹോവ നിനക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യും. നിനക്ക് വേണ്ടി ദൈവം അടഞ്ഞ വാതിലുകളെ തുറക്കും. നീ പിറുപിറുത്ത് ദൈവമേ എന്തുകൊണ്ടാ നീ ചോദ്യം ചോദിച്ച് പിറുപിറുത്ത് നിരാശപ്പെടാതെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ധൈര്യത്തോടെ ഇരിക്കുക. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യും. പരാജയമാണെന്ന് ശത്രു നിന്നെ നോക്കി വെല്ലുവിളിക്കുന്നുവെങ്കിൽ നീ കർത്താവിൽ വിശ്വസിക്കുക. അടുത്ത ദിവസമല്ല, നീ വിശ്വസിക്കുന്ന സമയത്ത് തന്നെ ഈ പ്രോമിസ് വചനം, ഈ വചനം നിങ്ങൾ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കണം. ദൈവപ്രവൃത്തി അടയാള സഹിതം നിങ്ങളുടെ മുന്നിൽ കാണും. ദൈവത്തിന്റെ പരിശുദ്ധാത്മ സഹായിക്കും. ഈ പ്രഭാതത്തിൽ, ഈ നിമിഷത്തിൽ ഈ ദൈവശബ്ദം നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ഭയപ്പെട്ട് ഭാരപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ പ്രയാസപ്പെടുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി യുദ്ധം ചെയ്ത് വിടിവിക്കുന്ന ദൈവമാണ്. ഇവിടെ മോശയുടെ മുന്നിൽ നിലവിളിച്ച് ശത്രുവിനെ കണ്ട് നിലവിളിച്ച ഇസ്രായേൽ ജനത്തിന്റെ കൺമുമ്പിൽ ഇത് അടയാള സഹിതം കാണുകയാണ്.
അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. മിരിയം തപ്പെടുത്ത് നൃത്തം ചെയ്ത് ശത്രുവിൽ നിന്ന് വിടിവിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിന്റെ മണ്ഡലത്തിൽ പരാജയമല്ല. ശത്രു എത്ര തന്നെ നിന്നെ നോക്കി വെല്ലുവിളിച്ചോട്ടെ, ആർപ്പിടട്ടെ, നീ മുന്നിലുള്ള ശത്രുവിനെ, പിന്നിലുള്ള ശത്രുവിനെ കണ്ടു നീ ഭയപ്പെടേണ്ട. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നിൽക്കും. തൻ്റെ ഭക്തന്മാരെ വിടിവിക്കാൻ പാളയത്തിൽ ദൂതന്മാർ ഇറങ്ങി വിടിവിക്കും. നീ ഏത് രാജ്യത്തിലായിരിക്കാം, ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യാതിരിക്കാം, പഠിക്കുകയായിരിക്കാം, നീ ഒരു വീട്ടുജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നിന്റെ ഏത് മേഖല ആയിക്കൊള്ളട്ടെ, ശുശ്രൂഷ മേഖലയിലായിരിക്കാം, നീ വെല്ലുവിളികളെ, ശത്രുവിനെ കണ്ട് നീ ഭയപ്പെടേണ്ട. ദൈവത്തിൽ ഉറച്ചു നിൽക്ക്, ധൈര്യപ്പെട്ടിരിക്കുക. അടയാള സഹിതം നിനക്ക് വേണ്ടി നീ വിശ്വസിക്കുന്ന ദൈവം ഇറങ്ങി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിന്റെ കൺമുമ്പിൽ നീ കാണാൻ പോവുകയാണ്. ഈ നിമിഷത്തിൽ ഈ ദൈവ ശബ്ദം കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ തലമുറയുടെ വിഷയം അടഞ്ഞുപോയോ? നീ ഉറച്ചു നിൽക്ക്, നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. നിന്റെ ജീവിതത്തിൽ സാമ്പത്തിക വാതിൽ അടഞ്ഞുപോയോ? നീ ഉറച്ചു നിൽക്ക്, ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. ജോലിക്ക് വേണ്ടി പല വാതിൽ മുട്ടി, തുറക്കുന്നില്ല, പരാജയപ്പെട്ടു പോകില്ല. നിനക്ക് വേണ്ടി ചെങ്കടല രണ്ടായി പിളർന്നു മാറ്റി അതിനകത്തൊരു വഴി തുറന്ന ദൈവം, നിന്റെ മുന്നിലുള്ള ഏത് വഴി അടഞ്ഞാലും യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. നീ മുട്ടിക്കൊണ്ടിരിക്കുക, നീ യാചിച്ചു കൊണ്ടിരിക്കുക, നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി തക്ക സമയത്ത് നിനക്ക് അനുയോജ്യമായ വാതിൽ തുറന്നു തരും. എല്ലാ വഴിയും അടഞ്ഞെന്ന് നീ ചിന്തിക്കുന്നുവോ, നിനക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കും. ശത്രുവിനെ കണ്ട് നീ ഭയപ്പെട്ടു പോകേണ്ട, നീ ഭ്രമിച്ചു പോകേണ്ട. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം. ഏതെങ്കിലും രോഗത്തിന്റെ മേഖലയിൽ ഇനി ഒരു വിടുതലില്ല എന്നൊരു നിരാശയാണോ നിന്നിൽ കടന്നു വന്നിരിക്കുന്നത്? എന്നാൽ ഈ വചനം വിശ്വസിക്ക്, ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്ത് ഈ പ്രതിസന്ധിയിൽ നിന്നും, ഈ രോഗാവസ്ഥയിൽ നിന്ന് എന്നെ ദൈവം പുറത്തെടുക്കും. ശത്രു ലജ്ജിച്ച് തല താഴ്ത്തും, എൻ്റെ മുഖം ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാമോ, വിശ്വസിക്കാമോ, പ്രഖ്യാപിക്കാമോ? ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി. ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. ധാരാളമായി അനുഗ്രഹിക്കും. ഇവരുടെ ജീവിതത്തിൽ അടയാള സഹിതം ചില വിടുതലുകൾ ഇവരെ കൺമുൻപിൽ കാണാൻ പോകുന്നതിനായി സ്തോത്രം. അടയ്ക്കപ്പെട്ട വാതിൽ തുറക്കട്ടെ, ജോലി തുറക്കട്ടെ, ഭാവി തുറക്കട്ടെ, നന്മ തുറക്കട്ടെ, തലമുറയുടെ വിഷയങ്ങൾ തുറക്കട്ടെ. ഏതിലാണ് അവർ ഭാരപ്പെടുന്നത് ആ മേഖലയിൽ ജയം വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.